നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്, 5 വക്ത് നിസ്കരിക്കും. എന്നാൽ നമ്മുടെ നിസ്കാരം ശരിക്കും ആത്മാവിനെ തൊട്ടുകൊണ്ടുള്ളതാണോ? നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് എപ്പോഴെങ്കിലും ഞാൻ നിസ്കരിച്ചു എന്നൊരു ആത്മീയമായ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഖയ്യിം അൽ ജൗസിയ അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിക്കീൻ എന്ന പുസ്തകത്തിൽ നമ്മുടെ നിസ്കാരങ്ങളെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ നിസ്കാരം തൊട്ട് വലിയ മഹാന്മാരായ ആളുകളുടെ നിസ്കാരം വരെ നമുക്കതൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണ് 5 തരം നമസ്കാരങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിസ്കാരത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഹാർഡ്വെയറാണ്, 2 അതിൻ്റെ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന വുളു ചെയ്യുന്നത് തൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് നമസ്കാരത്തിന് സമയമാവുക, നിൽക്കുക, സാഷ്ടാംഗം, റുക്കൂ, സുജൂദ് തുടങ്ങിയ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആന്തരികമായ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഭയഭക്തി, മനസ്സിൻ്റെ സാന്നിധ്യം, സൂക്ഷ്മത തുടങ്ങിയ ആത്മാർത്ഥത തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിലാദ്യത്തെ വിഭാഗം, ഫസ്റ്റ് ടൈപ്പ് ആളുകൾ, അവർ ഹാർഡ്വെയറും ശ്രദ്ധിക്കുന്നില്ല, സോഫ്റ്റ്വെയറും ശ്രദ്ധിക്കുന്നില്ല. അവർ ജസ്റ്റ് നിസ്കരിക്കുന്നു, അവർക്ക് യാതൊരുവിധ ഫലവും കിട്ടുന്നില്ല. നിസ്കാരത്തിന് മുഴുവൻ അവർ ഓഫ്ലൈനിലാണ്. രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ, അവർ ഹാർഡ്വെയർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ സോഫ്റ്റ്വെയർ ശ്രദ്ധിക്കുന്നില്ല. അവർ നിസ്കാരത്തിലുടനീളം ഓഫ്ലൈനിലാണ്. മൂന്നാമത്തെ ടൈപ്പ് ആളുകൾ, അവർ ഹാർഡ്വെയർ ശ്രദ്ധിക്കുന്നു, സോഫ്റ്റ്വെയറും ശ്രദ്ധിക്കുന്നു, പക്ഷേ ചില സമയങ്ങളിൽ നിസ്കാരത്തിൽ അവർ ഓഫ്ലൈനിലേക്ക്, അതായത് സോൺ ഔട്ടായിട്ട് ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും അവർ നന്നായിട്ട് പരിശ്രമിക്കുന്നു എന്നർത്ഥത്തിൽ അവർ നല്ല പോരാളികളാണ്, ജിഹാദുൻ നഫ്സ് നടത്തുന്നവരാണ്. നാലാമത്തെ വിഭാഗം ആളുകൾ, അവർ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നന്നായി ശ്രദ്ധിക്കുന്നു, 100% നിസ്കാരത്തിൽ തന്നെയാണ്, ഓൺലൈനായിട്ട് ഫുൾ ടൈം അവർ ആ ഒരു ചിന്തയിലാണ്. അവരെ മുഖറബൂൻ എന്ന് വിളിക്കാം. നല്ല പ്രതിഫലാർഹമായ നമസ്കാരമാണ് അവരുടേത്. അഞ്ചാമത്തെ വിഭാഗം, ഏറ്റവും ഉന്നതമായ തലത്തിലുള്ള ആളുകൾ. ഇവർ 4ാം വിഭാഗവുമായി ചെറിയ ബന്ധമുണ്ട്, പക്ഷേ 5ാമത്തെ വിഭാഗം ആ നിസ്കരിക്കുന്ന കാര്യത്തെ കൃത്യമായി അവർ സ്നേഹത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ്. 4ാമത്തെ വിഭാഗം നല്ല ഖുശൂ ഉണ്ടെങ്കിൽ 5ാമത്തെ വിഭാഗത്തിന് നല്ല സ്നേഹം, അതിനോടൊരു മഹബത്തുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അവർ നിസ്കാരത്തിൽ ഒരു ഇഹ്സാനിയായ തലത്തിലാണ് കാണുന്നത്. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത്, സംഭാഷണങ്ങളൊക്കെ അവർ കൃത്യമായ രീതിയിൽ ഈ വിഭാഗക്കാർ ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ 5ാമത്തെ വിഭാഗത്തിലേക്ക് എത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.